ഖബറിൽ കൊണ്ടുവച്ചിട്ട് മടങ്ങും. എല്ലാവരും തിരിഞ്ഞു പോകും, കണ്ണുനീര് തുടച്ചു കളയും. പിന്നെ കരഞ്ഞുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല. നമ്മളെ ഖബറടക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ഖബറിൽ വരൂല. നാട്ടിലെത്ര ഖബറുകളാണ് നിങ്ങൾ അടക്കിയത്? ആ ഖബറടക്കത്തിന് കൂടിയതിൽ നിന്ന് എത്രയാള് പിന്നെ ഖബറിൽ വന്നിട്ടുണ്ട്? ചെറിയൊരു ശതമാനമല്ലേ പിന്നെ പോകുന്നുള്ളൂ. മക്കള് പോയെങ്കിലായി, വാപ്പ പോയെങ്കിലായി, അടുത്ത കൂട്ടുകാര് പോയെങ്കിലായി. നമ്മളെ ഖബറടക്കാൻ 1000 ആളുണ്ടായി. പിന്നെ ഖബറിലേക്ക് ഒരിക്കലെങ്കിലും വരുന്ന 100 പേരെങ്കിലും ഉണ്ടാകുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ വഹ്ശത്തിലല്ലേ, വന്യതയിലല്ലേ? അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വഹ്ശത്തല്ല, അതൊരു പ്രണയത്തിന്റെ ലോകമാണ്. അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല. അതാണ് നൗമത്തിൽ അറൂസ്. മണവാളൻ കിടക്കും പോലെ കിടന്നോന്ന് പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല, പുതിയാപ്പള നേരം പോണതറിയില്ല. അതുപോലെ ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബർ 1000 കൊല്ലം കിടന്നാലും 2000 കൊല്ലം കിടന്നാലും അതിൽ മടുപ്പില്ല.